السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കന്നിമൂലയ്ക്ക് ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ടോ? എന്താണ് കന്നിമൂല? കന്നിമൂലയിൽ വല്ല അപാകതകളും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട് മാറ്റേണ്ടതുണ്ടോ? എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആളുകൾ. എന്നാൽ അതിന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കന്നി എന്താണെന്ന് നമുക്കറിയണം. കന്നി എന്നറിയാതെ കന്നിമൂലയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരിക്കലും നമുക്ക് ഉത്തരം നൽകാൻ സാധ്യമല്ല. അറബി മാസം നമ്മൾ എണ്ണുന്നത് മുഹറം, സഫർ, റബീഉൽ അവൽ എന്നിങ്ങനെ തുടങ്ങിയിട്ടാണ്. എന്നാൽ ഇംഗ്ലീഷ് മാസം നമ്മൾ എണ്ണുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് തുടങ്ങിയിട്ടാണ്. അതുപോലെയാണ് മലയാള മാസം നമ്മൾ എണ്ണുന്നത് ചിങ്ങം, കന്നി, തുലാം എന്നിങ്ങനെ തുടങ്ങിയിട്ടാണ്. ഇതിൽ കന്നി എന്ന പദപ്രയോഗം ഒരു ദേവസങ്കല്പമാണ്. അതുകൊണ്ട് അതിന് അടിസ്ഥാനമില്ല, കന്നിമൂലയിൽ അടിസ്ഥാനമില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഒരുപാട് ഉലമാക്കളുടെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും, കന്നിമൂലയിൽ അടിസ്ഥാനമില്ല, അങ്ങനെയുള്ളത് അന്ധവിശ്വാസമാണ്, മറ്റുള്ളവന്റെ ആചാരമാണ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ കന്നി എന്നത് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം കന്നി എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ജനുവരി, ഫെബ്രുവരി എന്നിങ്ങനെ ഈ ഇംഗ്ലീഷ് മാസവും നമ്മൾ എണ്ണാൻ പാടില്ല. കാരണം കന്നി എന്നത് ദേവസങ്കല്പമായതുകൊണ്ട് നമ്മൾ അതിന് എതിരാകുന്നു. എന്നാൽ ഇതേപോലെ റോമൻ രാജ്യക്കാരുടെ, റോമക്കാരുടെ ദേവസങ്കല്പമാണ് ജനുവരി, ഫെബ്രുവരി എന്നുള്ളത്. ഇവിടെ നമ്മൾ ദേവസങ്കല്പമായതുകൊണ്ട് കന്യയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അതിന് അടിസ്ഥാനമില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ജനുവരിക്കും ഫെബ്രുവരിക്കും അടിസ്ഥാനമുണ്ടാകൂല. ഇനി നേരെ തിരിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കന്നിമൂല എന്നാൽ നമ്മൾ അറബി ഭാഷയിൽ അതിന് തുറാബിയായ ഭാഗം എന്നാ പറയാ. തുറാബി എന്നാൽ നമ്മുടെ പടിഞ്ഞാറ് തെക്ക് ഭാഗം, അഥവാ ഖിബില ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് പടിഞ്ഞാറ് തെക്ക് ഭാഗം. ആ ഭാഗത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ കാറ്റ് അടിച്ചു വീശുന്നത് പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് നിന്നാണ്. കാറ്റിൽ ശമനമുണ്ട്, വെള്ളത്തിൽ ശമനമുണ്ട്, വെളിച്ചത്തിൽ ശമനമുണ്ട്. ഈ മൂന്നിലും നമുക്ക് ശമനമുണ്ട്. നമ്മുടെ രോഗങ്ങൾക്ക് ശമനമുണ്ട്, നമ്മുടെ കൽബുകൾക്ക് ശാന്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വായുവും വെള്ളവും വെളിച്ചവും ഒരു മനുഷ്യന് അനിവാര്യമാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് മോശമായ വെള്ളം കുടിക്കാൻ പാടില്ല. വായു ശ്വസിക്കുന്ന സമയത്ത് മോശമായ വായു നമ്മൾ ശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെളിച്ചം നേരെ നമ്മൾ ശുദ്ധമായ വെളിച്ചവും നമുക്ക് ലഭിക്കണം. എന്നാൽ നമ്മുടെ ഈ കന്നിമൂലയിൽ അഥവാ തുറാബിയായ വശത്തെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തെ മോശമായ ദുർഗന്ധം ഭവിക്കുന്ന പശുവിന്റെ ആല പോലെ, കോഴിയുടെ കൂട് പോലെ, അതല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് പോലെ ദുർഗന്ധം ഭവിക്കുന്ന എന്തുണ്ടോ, മോശമായ മ്ലേച്ഛമായ മാലിന്യം നിറഞ്ഞ എന്ത് വസ്തുണ്ടോ, അതൊന്നും കന്നിമൂലയിൽ പറ്റൂല. കാരണം മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിൽ പരം ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, സുഗന്ധം ഒരു മനുഷ്യൻ ബുദ്ധി വികാസത്തിന് ഉപകരിക്കും, അതുകൊണ്ട് അത് സുന്നത്താണ്. അതുപോലെ തന്നെയാണ് സുഗന്ധമല്ല ദുർഗന്ധമാണ് വരുന്നതെങ്കിൽ അവന് ഒരുപാട് അസ്വസ്ഥതകളും അവന് ഒരുപാട് പ്രയാസങ്ങളും അവനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ അവന്റെ ബുദ്ധി സങ്കോചിക്കുകയും ചെയ്യും. സുഗന്ധം ഭവിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശാന്തിയും സമാധാനവും മനസ്സിനൊരു സുഖവും ഒക്കെ ലഭിക്കും. ദുർഗന്ധം ഭവിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആയിരിക്കും, ഒരുപാട് പ്രയാസമായിരിക്കും, വല്ലാത്തൊരു അസ്വസ്ഥതകളായിരിക്കും. അതുപോലെ തന്നെ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൽ നിന്ന് കന്നി എന്ന പദത്തിൽ അടിസ്ഥാനമില്ലെങ്കിലും ആ മൂലയിൽ അതല്ലെങ്കിൽ തുറാബിയായ ആ ഭാഗത്തിന് അടിസ്ഥാനമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മളിലേക്ക് കാറ്റ് വരുന്നത് പടിഞ്ഞാറ് തെക്ക് ഭാഗത്ത് നിന്നാണെങ്കിൽ വെള്ളം ഒഴുകുന്നത് പടിഞ്ഞാറ് തെക്ക് ഭാഗത്തിലേക്കാണ്. അപ്പോ ഈ വെള്ളം ഒഴുകുന്ന സമയത്ത് ഈ ഭൂമിയുടെ മുകളിലൂടെയും താഴെയൂടെയും വെള്ളം ഒഴുകുന്ന സമയത്ത് അത് ഒഴുകിയെത്തുന്നത് അറബിക്കടലിലാണ്.
തോടുകളിലെ വെള്ളം പുഴയിലേക്കും പുഴയിലേത് കടലിലേക്കും എത്തി അത് അവസാനം നമ്മൾ ഈ പറയുന്ന പടിഞ്ഞാറ് തെക്ക് ഭാഗത്താണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ ശുദ്ധമായ വായു, ശുദ്ധമായ വെളിച്ചം, ശുദ്ധമായ വെള്ളം ഇത് നിർബന്ധമാണ്. സ്ഥാനനിർണയം നടത്തുന്ന സമയത്ത് ഒരു വീടിനോ അതല്ലെങ്കിൽ ബിൽഡിങ്ങുകൾക്കോ നമ്മൾ സ്ഥാനനിർണയം നടത്തുമ്പോൾ അതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ശുദ്ധമായ വായു ലഭിക്കണം, അതുപോലെ തന്നെ നല്ല വെള്ളം ലഭിക്കണം, വെളിച്ചം ലഭിക്കണം. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ ഒരു വീടിന് സ്ഥാനം നോക്കുമ്പോൾ അതിന്റെ മായിയായ ഭാഗമുണ്ട്, അഥവാ മീനം രാശി. കന്നി എന്ന് പറയപ്പെടുന്നത് പോലെ മീനം എന്ന് പറയുന്ന രാശിയുണ്ട്. അവിടെയാണ് മായിയിലാണ് നമ്മൾ വെള്ളത്തിന് സ്ഥാനം കാണേണ്ടത്. ഈ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീടിന് സെപ്റ്റിക് ടാങ്കിന് സ്ഥാനം നിർണ്ണയിക്കുമ്പോൾ അതും നമ്മുടെ കിണറുമായിട്ട് ഒരുപാട് അകലമുണ്ടാകും. ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വരുന്ന നജസ്, മാലിന്യം നമ്മുടെ കിണറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് അത് ശുദ്ധിയാകാനുള്ള, മണ്ണിൽ നിന്ന് തന്നെ ശുദ്ധിയാകാനുള്ള ഒരു അകലമെങ്കിലും ഉണ്ടാകും. എന്നാൽ സ്ഥാനനിർണയം നടത്താതെ നമുക്ക് തോന്നിയ രൂപത്തിൽ നമ്മൾ ഓരോ സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ കിണറും അടുക്കളയും ഇതൊക്കെ നമ്മൾ നിർണയിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് തോന്നിയതുപോലെയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കിണറും സെപ്റ്റിക് ടാങ്കും മാലിന്യ വസ്തുക്കളും ഒരുമിച്ച് പാടില്ല എന്നതാണ്. കാരണം മഴ വരുന്ന സമയത്തും അതുപോലെ തന്നെ വെള്ളം ഒരുമിച്ച് കൂടാൻ സാധ്യതയുള്ള സമയത്തൊക്കെ ഈ മോശമായ നജസായ വെള്ളവും അതുപോലെ തന്നെ ശുദ്ധമായ കിണറ്റിലെ വെള്ളവും തമ്മിൽ ഒരുമിച്ച് കൂടും. അതിൽ നിന്ന് പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ വീട്ടിന്റെ കന്നിമൂല ഭാഗത്ത് അതല്ലെങ്കിൽ തുറാബിയായ ഭാഗത്ത് വല്ല മോശമായ വസ്തുക്കളും ഉണ്ടെങ്കിൽ നിരന്തരം അസ്വസ്ഥതകൾ ആ വീട്ടിലും ആ വീട്ടിലുള്ളവരെയും അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏതൊരു വീട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള താല്പര്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീടാണെങ്കിൽ സ്ഥാനനിർണയം നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഈ ചെറിയ വീഡിയോയിൽ എല്ലാം വിശദീകരിച്ച് പറയാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഗൾഫിലൊക്കെ സ്ഥാനം നോക്കിയിട്ടാണോ, കന്നിമൂല നോക്കിയിട്ടാണോ നമ്മൾ വീടുണ്ടാക്കുന്നത്, ഫ്ലാറ്റ് ഉണ്ടാക്കുന്നത്, ബിസിനസിന്റെ വേണ്ടി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്നത്? എന്നാൽ ഗൾഫ് രാജ്യവും നമ്മുടെ ഈ കേരളവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഈ മരങ്ങളും ഈ മലകളും ഇതൊന്നും ഗൾഫ് രാജ്യങ്ങളിൽ കാണാൻ സാധ്യമല്ല. അവിടെ ഓപ്പൺ എയർ ആണ്. എല്ലാ സ്ഥലത്തുനിന്നും ക്രോസ് വെന്റിലേഷൻ നടക്കും. അതുപോലെ തന്നെ വായുവിന്റെ, വെളിച്ചത്തിന്റെ, വെള്ളത്തിന്റെ സഞ്ചാരമൊക്കെ കറക്റ്റ് അവിടെ ലഭിക്കും. കാരണം നമ്മുടെ നാടുകളിൽ കാണുന്നത് പോലെ എല്ലാ സമയത്തും അവിടെ മഴ ഉണ്ടാവൂല. നമ്മുടെ നാടിനെ അപേക്ഷിച്ച് മഴ പെയ്യുന്ന സമയങ്ങൾ കുറവാണ്. മഴ പെയ്യുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുമെങ്കിലും മഴ പെയ്യുന്ന സമയങ്ങൾ കുറവാണ്. നമ്മുടെ കേരളത്തിൽ ഒരു വീട്ടിൽ തന്നെ 1-2 കിണറുകൾ സ്വാഭാവികമാണ്. 1,00,000 ആളുകളുണ്ടെങ്കിൽ 1,50,000 മുകളിൽ കിണറുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകും. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ 1,00,000 അല്ല, 2,00,000 അല്ല, 3,00,000 ആളുകൾ താമസിക്കുന്നിടത്ത് ഒരൊറ്റ ജലാശയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന രീതിയാണ്. ഓരോ ഫ്ളാറ്റുകളുടെ താഴെയും ഓരോ കിണറില്ല. അതുകൊണ്ട് അവർക്ക് സ്ഥാനനിർണയം വെള്ളത്തിൽ നടത്തേണ്ട ആവശ്യമില്ല. അവർക്ക് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വെള്ളം കിണറ്റിലേക്ക് പകർച്ചയാകുന്ന രോഗം വരുന്ന പ്രയാസങ്ങൾ അവിടെ വരുന്നില്ല. കാറ്റടിച്ചു വീശുന്ന സമയത്ത് അവർക്ക് മാലിന്യം നിറഞ്ഞ കാറ്റ് ലഭിക്കാൻ വേണ്ടി അവിടെ മ്ലേച്ഛമായ മോശമായ വസ്തുക്കൾ നമ്മുടെ നാടുകളിൽ ഇടുന്നത് പോലെ എല്ലാ ഇടങ്ങളിലും ഇടാൻ സാധ്യമല്ല. മോശമായ വസ്തുക്കൾ ഇടണമെങ്കിൽ, മാലിന്യങ്ങൾ കൂട്ടണമെങ്കിൽ അവിടെ നിശ്ചിത സ്ഥലങ്ങളുണ്ട്. അവർ സ്ഥാനനിർണയം നടത്തിയിട്ട് ഒരു ഭാഗം അതിനെ തീരുമാനിച്ചിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. അവിടെ മാത്രമേ നമുക്ക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കാറ്റടിച്ചു വീശുന്ന സമയത്ത് ഒരിക്കലും മോശമായ കാറ്റ്, ദുർഗന്ധം ഭവിക്കുന്ന കാറ്റ് നമുക്ക് കിട്ടുകയില്ല. ശമനമുള്ള, നല്ല സമാധാനം ലഭിക്കുന്ന നല്ല കാറ്റായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ വായു, വെളിച്ചം, വെള്ളം എന്നീ 3 കാര്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ നന്നായിട്ട് അവർ സ്ഥാനനിർണയം നടത്തിയിട്ടുണ്ട്. കാരണം ഈ വെള്ളത്തിലും അതുപോലെ തന്നെ വായുവിലും വെളിച്ചത്തിലും ഇതിലെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ അവർ നന്നായിട്ട് ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തായിട്ടുണ്ടാകും, ഒരു സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ടാകും. ജലാശയങ്ങൾക്ക് വേണ്ടി മറ്റൊരു സ്ഥലം മാറ്റിവെച്ചിട്ടുണ്ടാകും. ഈ 2 കാര്യങ്ങളും ശരിയാകുമ്പോൾ നമുക്ക് കാറ്റ്, ക്രോസ് വെന്റിലേഷൻ നന്നായിട്ട് നടക്കും. അതുകൊണ്ട് അവിടെ പ്രയാസങ്ങൾ കുറവായിരിക്കും, ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും.
ആ രാജ്യത്തിന്റെ ഒരു സ്ഥിതി അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ കേരളം നേരെ തിരിച്ചാണ്. ഒരു വീട്ടിൽ 2-3 കിണറ്, ഒരു വീട്ടിൽ 2 സെപ്റ്റിക് ടാങ്ക്, ഒരു വീട്ടിൽ 2 ബാത്റൂം എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാ വിഷയങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധ പുലർത്തിയതിന്റെ ശേഷം മാത്രമേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു ഭവനം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യാവൂ. എന്നാൽ നമുക്കതിൽ ഒരുപാട് സന്തോഷം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി അംഗീകരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വായുവിലും വെള്ളത്തിലും വെളിച്ചത്തിലും ശമനമുണ്ട്. ഈ 3ഉം ശുദ്ധമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഒരുവിധം രോഗങ്ങളിൽ നിന്ന് അവന് ശമനം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ കന്നിമൂലക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഭാഗത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ആ പേരിന്റെ അടിസ്ഥാനം ഇസ്ലാമിലില്ലെങ്കിലും ആ ഭാഗത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുപോലെ ജനുവരി എന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ ജനുവരി എന്നതും ഒരു ദേവസങ്കല്പമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ച് യഥാർത്ഥ സത്യവും യഥാർത്ഥമായുള്ള ജീവിതവും ആ ശൈലിയും മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.